യുഡൈസ് 2025-26 വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ പ്രോഗ്രഷൻ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. യുഡൈസ് പ്ലസ് എന്ന പോർട്ടൽ സെർച്ച് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിലെ യുഡൈസ് പ്ലസ് സ്റ്റുഡൻറ് ഡാറ്റ ക്യാപ്ചർ എന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിലുള്ള സ്റ്റുഡൻറ് മൊഡ്യൂൾ എന്ന് ക്ലിക്ക് ചെയ്ത് ദെൻ നെക്സ്റ്റ് വിൻഡോയിലെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് ഗോ പ്രസ് ചെയ്യുക. ശേഷം വിദ്യാലയത്തിൻ്റെ പാസ്വേഡും യൂസർ നെയിമും എൻ്റർ ചെയ്യുക. താഴെയുള്ള ക്യാപ്ച അതുപോലെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. 2025-26 വർഷം തിരഞ്ഞെടുക്കുക. തുറന്നു വരുന്ന പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്ത് പുതുതായി ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോയിൽ ഇടതുവശത്തെ പാനലിൽ 8ാമതായി കാണുന്ന സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്ത് പ്രോഗ്രഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ ലിങ്കുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രഷൻ ആക്ടിവിറ്റി ചെയ്യുന്നതിനായി പ്രോഗ്രഷൻ മൊഡ്യൂളിൻ്റെ താഴെയുള്ള ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്നിവ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭ്യമാകും. അവ സെലക്ട് ചെയ്ത ശേഷം ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 2025-26 വർഷം നിങ്ങൾ സെലക്ട് ചെയ്ത ക്ലാസുകളിലെ കുട്ടികളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഈ കുട്ടികളുടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് പ്രോഗ്രഷൻ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ആയതിനാൽ ഓരോ കുട്ടിയുടെ പ്രോഗ്രസ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. 2024-25 വർഷത്തെ വാർഷിക പരീക്ഷയ്ക്ക് കുട്ടിക്കു ലഭിച്ച മാർക്കിൻ്റെ ശതമാനം രേഖപ്പെടുത്തുക. താഴെ 2024-25 കുട്ടി ഹാജരായ ആകെ ദിവസവും കുട്ടി അടുത്ത ക്ലാസ്സിൽ ഈ വിദ്യാലയത്തിലാണോ TC വാങ്ങി വേറെ വിദ്യാലയത്തിലാണോ എന്ന് രേഖപ്പെടുത്തുക. അതേ സ്കൂളിലാണെങ്കിൽ ക്ലാസ് ആൻഡ് ഡിവിഷൻ രേഖപ്പെടുത്തുക. മറ്റു വിദ്യാലയത്തിലാണെങ്കിൽ ഡിവിഷൻ രേഖപ്പെടുത്തേണ്ടതില്ല. ശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വിദ്യാലയത്തിലെ ഓരോ കുട്ടിയുടെയും ഡാറ്റ പൂർത്തിയാക്കി അപ്ഡേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അപ്ഡേഷൻ പൂർത്തിയാവുകയുള്ളൂ.